ഇപ്പം ഞാൻ എവിടെയാണെന്ന് അറിയോ? ഞാനിപ്പോൾ ലണ്ടനിലാണ്. ലണ്ടനിൽ ഓണത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. ഞാൻ രാവിലെ വെച്ചിട്ട് പല്ല് പോലും തയ്ച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നത് ചോദിച്ചാൽ പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പം ഇവിടെ രണ്ടുപേരുണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒരുമിച്ച് നിന്നാർന്ന ആൾക്കാരാണ്. ഇതാണ് ഗൈസ് നമ്മുടെ സുരേഷ് കുമാർ, അജീഷ് പഞ്ചോണി. സംസാരിക്കും. എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇവിടെ മര്യാദയ്ക്ക് എന്റെ ഏതാണ്ടൊക്കെ പുറത്ത് കാണുന്നത്. ചപ്പാത്തിയും ദോശമാവുണ്ട്. അത് ഓഫ് ചെയ്തേ തേങ്ങ. ദോശമാവുണ്ട്. സുമ സുരേഷ് ഉണ്ടാക്കുന്നത്. സുമ സുരേഷിന്റെ കൈപ്പുണ്യാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സുമ സുരേഷ് നാണായിട്ട് ഇവിടെ കിടന്ന് കൂഞ്ഞിക്കൂടുണ്ട്. ഗായ്സ്, എനിക്ക് മനസ്സിലാവും സുമയ്ക്ക് എന്താ പറ്റുന്നത്. സുമ എന്റെ ഓഡിയൻസിന് നീ കാണും സുമ. അതെ, സുന്ദരി ആയ ശേഷം മാത്രമേ വരുള്ളൂ പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് അപ്പം കാണാം. ഞാൻ ചായ കുടിച്ച് പല്ലേച്ച് നൈസ്. അങ്ങനെ പല്ലേക്കാണ്ട് നല്ല ദോശയും ചപ്പാത്തിയും. ഇതെന്താ സുമ ഈ സാധനത്തിന്റെ പേര്? ഈ ചമ്മന്തിപ്പൊടിയുടെ ഇഡ്ലിപ്പൊടി. ഇത് പാലക്കാട് മാത്രമുള്ളതാണോ? പാലക്കാട്ടുകാരുടെ ഇഡ്ലിപ്പൊടിയും. അതെങ്ങനെ പൊടി ഉണ്ടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെല്ലുമ്പോഴാകാം അല്ല, മിക്സ് ചെയ്ത് ദോശയുടെ കൂടെ ചപ്പാത്തി കൂടെ കഴിക്കാം. അടിപൊളി സാധനം. അപ്പൊ സുമ സ്പെഷ്യൽ ദോശയും. എന്ത് ദോശ? ഒരിയൻ ദോശ അല്ലെ? ഒരിയൻ ദോശയും ചപ്പാത്തിയും കഴിച്ച് കഴിഞ്ഞിട്ട് ശേഷം പല്ലേച്ച് ഡ്രസ് മാറി പുറത്തിറങ്ങിയ ശേഷം ബാക്കി അത് പറയാം. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ഇറങ്ങി. നമ്മുടെ മേക്കപ്പ് ഇട്ട സുമേനെ നമുക്ക് കാണിച്ചു തരാം. മേക്കപ്പിന് ശേഷമുള്ള സുമ. നമ്മളിന്ന് പോകാൻ പോകുന്നത് എവിടെയാ? വെസ്റ്റ് ഫീൽഡ് മാളിലേക്കാണ്. അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം. പിന്നെന്താ, ഇവിടുന്ന് ഉള്ള ട്രാവലിങ്ങിനായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം വരാം. ബാക്കി അവിടെ ചെന്നിട്ട് ഇതവിടെ ഒരു മരപ്പോത്തൊരു ലൂബിക്ക പറിക്കാൻ പോയിട്ടുണ്ട്. ലൂബിക്ക പോലെ സാധനം, അത് ഞാൻ കാണിച്ചു തരാം. ലൂബിക്ക എന്ന് പറഞ്ഞാൽ ലൂബിക്ക ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ അച്ചാറ്, ഇപ്പോൾ സുമയുടെ വീട്ടിൽ അച്ചാറ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സാധനം എന്താ സാധനം വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, പക്ഷെ കൊള്ളാം. ഒരു ശരിക്കും നമ്മുടെ നാട്ടിൽ ലൂബിക്കൊക്കെ പോലെ തന്നെ ചാർപ്പൊക്കെ ഉള്ള സാധനം. നല്ല രസമുണ്ട്. കേടായി പോയില്ല. ഞാൻ അത് തിന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവർ പറയണ്ട, എനിക്ക് പുളി പറ്റില്ല. എൻ്റെ പല്ലിന് ചെറിയൊരു ഇതുള്ള അതിനോട്. പക്ഷെ എന്നാൽ നല്ല സൂപ്പർ സാധനം. ശരിക്കൊരു ലൂബിക്ക പോലെ തന്നെ. അങ്ങനെ ബസ് വന്ന് ഗൈസ്, ബസ്സിൽ കയറട്ടെ. ഇനി അതിൽ പെണ്ണുങ്ങളുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർ വല്ല തെറിയും പറയും. ആയതിനാൽ ഞങ്ങൾ കൂടുതൽ ഇത് ചെയ്യണില്ല. ഞങ്ങൾ ഇവിടെ പട്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ബസ് ഇറങ്ങി ഇതാ കാണുന്ന സ്ഥലം കണ്ടോ? അതൊരു ഊബർ ബോട്ട്സ് എന്ന് പറഞ്ഞ സംഭവം. നമുക്ക് ഇങ്ങനെ ബോട്ടിൽ കയറിയിട്ട് 18-23 കൊണ്ടാട്ടേങ്ങാണ്ട്. അപ്പോൾ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ്, ബിഗ് ബൺ, ലണ്ടൻ ഐ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ ഇവിടെ പോയി കണ്ടുവരാം. ഇവിടെ ഞങ്ങൾക്ക് ട്രെയിൻ പിടിക്കണം. ട്രെയിൻ പിടിച്ച് എവിടെയാ സ്ഥലമൊക്കെ വന്നത് അവരെല്ലാം മാപ്പ് എടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയായിട്ട് ബാക്കി പറയാം. എന്താ പറയുക, നല്ല മെനഘട്ട കാലാവസ്ഥയാണ്. രാവിലെ നല്ല മഴയായിരുന്നു, പക്ഷേ ഇപ്പോൾ വെയിലൊന്നും, നല്ല വെയിലാണ്, അത്യാവശ്യം വെയിലാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ട്രെയിൻ കയറി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. റെയിൽവേ സ്റ്റേഷനിൽ എത്തട്ടെ. കുറച്ച് നടക്കാനുണ്ട്, ഒരു 5-10 മിനിറ്റ് നടക്കാനുണ്ട്. ഓക്കെ ഗൈസ്, ബൈ. അവർ ഫ്രണ്ടിലാണേ, അവർ അങ്ങോട്ട് പോയിട്ടില്ല. അവർ വീഡിയോ എടുക്കണതിനോട് അങ്ങോട്ട് പോയി. ഓക്കെ, നമ്മളിപ്പോൾ പട്നി റെയിൽവേ സ്റ്റേഷനിലെത്തി. പട്നി ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്യണം. നമ്മളങ്ങനെ ട്രെയിനിൽ കയറാൻ പോകുന്നു. നല്ല തിരക്കാണ് ഗൈസ്. അതിനാൽ ഇനി ഇതിനകത്തൊന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ആരെങ്കിലും സീനാക്കും. അതുകൊണ്ട് ഞാൻ വെക്കാറ്. ഞങ്ങളങ്ങനെ ട്രെയിൻ ഇറങ്ങി. ഞങ്ങൾ ഷെഫീൽഡ് എത്തിയിരിക്കുന്നു. അത് റെയിൽവേ സ്റ്റേഷൻ്റെ പേരല്ലേ? ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? വെസ്റ്റ് ഫീൽഡ് മാളിലേക്ക് ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം വിഷ്ണു ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിനെ കണ്ടുപിടിക്കണം. ബാക്കി പരിപാടികളൊക്കെ ഇങ്ങനെ. പിന്നെ വിഷ്ണു ചേട്ടനാണ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. വിഷ്ണു ചേട്ടനാണ് മെയിൻ മക്കളെ. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ടിരിക്കുന്നത് ടാപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ടാപ്പ് ഔട്ട് ആണ്. ലണ്ടനിലുള്ള പുതിയതായിട്ട് വന്ന പിള്ളേരോട് ഞാൻ പറഞ്ഞത്, റെയിൽവേ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ ടാപ്പ് ഔട്ട് നിർബന്ധമായിട്ട് ചെയ്യണം. ചില സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ തുറന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ
നമുക്ക് ഇഷ്ടംപോലെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അടി ഇവിടെ നടക്കാൻ്റെ കുറേ നീ കാണണ്ട, ഈ കാണുന്ന സാധനമാണ് ഗൈസ്. ഇതിന് എൻട്രൻസ് എവിടെ നിൽക്കാറുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നത്. സുമ പോയിട്ടുണ്ട്. സുമ ഇടയ്ക്കിടയ്ക്ക് പോയി സാധനങ്ങൾ എടുക്കാറുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ ബ്രാൻഡ് ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ലണ്ടൻ തന്നെ ഏറ്റവും വലിയൊരു മാളാണത്, മാളല്ല മോൾ. അപ്പം എന്താ പറയുക, അതിനുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ ബൈ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടിലെ ബെന്നിച്ചേട്ടൻ്റെ മറ്റേ ഫ്ലവർ ഷോപ്പ് പോലെ ഇവിടുത്തെ ഫ്ലവർ ഷോപ്പ്. അയ്യോ, ഒരു പൂവിൻ്റെ ബൊക്കയ്ക്ക് 500 രൂപ കൊടുക്കണം ഗൈസ്. ഇതാണ് ചെടികൾ. ഇത് നമുക്ക് കയറി വരുമ്പോൾ തന്നെയുള്ള സീനാണ്. ഗൈസ്, നമ്മുടെ വിഷുചേട്ടനെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിഷയാണ്. പുള്ളി ക്യാമറയിൽ വന്നത് ഇഷ്ടമല്ല. ഇതൊരു 30 വയസ്സുകാരനാണെങ്കിലും ആളൊരു പഞ്ചപ്പാവാണ് ഗൈസ്. എവിടെ പോയാലും തുരത്തിയടിക്കും. ഇയാളെ ക്യാമറ കിട്ടാന്ന് പറയുന്നത് തന്നെ കിട്ടി. ഇനി പറഞ്ഞിട്ട് കാര്യം ഇഷ്ടം. എങ്ങനെ പോണേ? മാളിന്റെ അടുത്ത് കയറിയിരിക്കുന്നു. ബാക്കി ഇതിനുള്ളിലത്തെ കഥകള് ശരിക്കും പറഞ്ഞ ലൈവ് ഇടാറുന്നില്ല ഗൈസ്. ലൈവ് പറഞ്ഞ ഇച്ചിരി നല്ലതായിരുന്നു. എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവിടെ പറയുന്നതൊക്കെ എനിക്ക് പോവായിരുന്നു. ഇതിങ്ങനെ പറയുമ്പോ ഇച്ചിരി ഒരു എന്താ പറയാ, ഒരു സുഖമില്ല. ഞാൻ ഇതിനുള്ളിലെ കാര്യങ്ങൾ കാണിച്ചു തരാം. എന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതിനുള്ളിൽ വന്നിട്ട് സുമയാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞത്. സുമ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ എന്തോ പ്രാഡ പിന്നെന്താ H&M, പിന്നെന്താ CK Max, ലുലുലെമൺ ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവം. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് ബാക്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും വേണ്ടിക്കാണ് വിഷ്ണു ചേട്ടൻ. കിളികൾ പറന്നതോ. ചെക്കൻ കൊച്ചിക്കാരനാണേ. മറ്റേ എന്താ പറയാ, അടിപൊളി കാണിച്ച. ഗൈസ്, ഇതാണ് ഇവിടുത്തെ H&M. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ സ്ഥലം. ഞാനൊക്കെ ഇവിടെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പ്രൈമാർക്ക്, ഇത് ഗേൾസിൻ്റെ സെക്ഷനാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നുള്ളൂ. നമുക്ക് ഡ്രസ്സൊന്നും എടുക്കാനില്ല. നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. മൊത്തത്തിൽ കാണാൻ ഇറങ്ങിയതാ. വേറെ യാതൊരു കഥയില്ല. ഇവിടെയൊക്കെ ഓഫറിലൊക്കെ ഉണ്ടാവും. ഓഫർ സമയങ്ങളിലൊക്കെ നല്ലോണം ആൾക്കാരുകൾ മേടിച്ച് കൂട്ടണ ഒരു സ്ഥലമാണ്. അല്ല സമയം ഓഫർ വരുമേ ആൾക്കാർ അത്യാവശ്യം സാധനങ്ങൾ മേടിക്കുന്ന സ്ഥലമല്ലേ? അല്ലാണ്ട് നല്ല വിലയില്ലേ? അതെ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഡ്രസ്സ് സംഭവങ്ങൾ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യ സൈസിന്, ഇപ്പോൾ ചെറിയ ഷോർട്ട് ഗേൾസോ അല്ലെങ്കിൽ വലിയ ഹൈറ്റും അതൊന്നും ഇല്ലാത്ത ബോയ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൻ ഷോക്കായിരിക്കും ഇവിടുത്തെ ഡ്രസ്സ് എടുക്കാനായിട്ട്. പാൻറ്റൊന്നും നമുക്ക് എങ്ങനെ നോക്കിയാൽ നമുക്ക് കിട്ടില്ല. ഒക്കെ കൊടുക്കുക സൈസ് കൂടുതലായിരിക്കും. ഷർട്ടും ബനിയനുകളൊക്കെ പിന്നെയും കിട്ടും. അപ്പോൾ ഇവിടെ അത്രേ ഉള്ളൂ. നമുക്ക് സമയം കളയല്ലേ. പറ്റാണെങ്കിൽ സിനിമയ്ക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നൈസായിട്ട് ഇറങ്ങാം. സുമേനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. സുമ ഇവിടെ അവിടെ ഏതാണ്ടൊക്കെ നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ അവരവരെ കാര്യം നോക്കട്ടെ. വിഷയാണ്ണും ഭീഷ്മയും അവിടെ പുറത്ത് പോയേക്കാം. അപ്പം ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് കയറി ജസ്റ്റ്. ഇതിനുള്ള അത്രയ്ക്കുള്ളൂ ഗൈസ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞോ എന്നിട്ട് മോഡേൺ ഇഷ്ടം.
ഗൈസ് അങ്ങനെ നമ്മൾ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങാറുള്ള കടയിലെത്തി പ്രൈമാർക്ക്. ഇവിടെ നിന്നാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങാറ്. വില കുറവാണ്, അത്യാവശ്യം കളക്ഷൻസും ഉണ്ട്. അപ്പം ഇതാണ് പ്രൈമാർക്ക്. ഞാനൊക്കെ കൂടുതൽ ഇവിടെ നിന്ന് വാങ്ങാറ് കേട്ടോ ഡ്രസ്സ് സാധനങ്ങളൊക്കെ. അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെ കൂട്ടുകഥ വിലയായിരിക്കും. ആയതിനാൽ അപ്പം എനിക്ക് അറിഞ്ഞോണ്ട് അതിനുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. വീഡിയോ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഗൈസ് ബോയ്സിൻ്റെ സെക്ഷൻ. ഇത് ഫസ്റ്റ് ഫ്ലോർ ലേഡീസിൻ്റെ ആണ്, അല്ല ഗ്രൗണ്ട് ഫ്ലോർ ലേഡീസിൻ്റെ ആണ്, ഫസ്റ്റ് ഫ്ലോർ ബോയ്സ് സെക്ഷനാണ്. മുകളിൽ കിഡ്സാന്ന് തോന്നുന്നു. അത്യാവശ്യം കൊള്ളാം, അത്യാവശ്യമല്ല നല്ല രീതിക്ക് കൊള്ളാം. സുമ തിന്ന് നോക്ക്, സുമ തിന്ന് നോക്കിയിട്ട് ബാക്കി പറയാം. ആ ഫ്രൂട്ട്സ് തീർത്ത കൊല്ലി ഞാൻ. എപ്പടി 1400 മുതലുണ്ടോ? ഹേ ഗൈസ്, നിങ്ങൾക്ക് ഇത് കാണുന്നതിൽ പെൺപിള്ളേരുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ ഞാൻ അവരുടെ വേൾഡിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ബാക്കി എൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പാടില്ല, പെൺപിള്ളേർ ഐറ്റംസ് എന്തൊക്കെയാണ്. പക്ഷേ സുമേനെ കുറിച്ച് സുമേനോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഞങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എസ് ടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അവിടെ പെർമിഷൻ ചോദിച്ചപ്പോൾ അതിൻ്റെ സ്റ്റാഫോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പെട്ടെന്നാണ് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. മാക്സിമം നമ്മുടെ ട്രൈ ചെയ്യാം. ഓക്കെ, സിസിലി ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ മൊത്തം അടിപൊളിയാ. ഹേ ഗൈസ്, ഞങ്ങളങ്ങനെ സാറയിൽ ഞാൻ ചാണാണ് അല്ല പെണ്ണാണ്. സാറയിൽ വിഷയമാണ് ഡ്രസ്സ് എടുക്കാൻ വന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ഒരാളെ കണ്ടു. നമ്മളെ കൂട്ടുകാരനും ഞങ്ങൾ പിന്നെ ഒരു വീടിൻ്റെ തൊട്ടപ്പുറത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇവൻ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് സാൽവിൻ ജോസഫ്. ഇൻസ്റ്റയിൽ മറ്റാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക. ചെറുക്ക് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പിന്നെ പറയാം. നമ്മളിപ്പോൾ എവിടെയെന്ന് അറിയോ? നമ്മൾ ഇതേ കട മിസ്റ്റർ ചെന്നൈ ബിരിയാണി എന്ന് പറഞ്ഞ കടയില്ല. ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഫോൺ സ്ലോ എന്ന സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് എന്താണ്? എനിക്ക് ചിക്കൻ ബിരിയാണി. നീ പൈസ കൊടുത്തോളാം, എൻ്റെ ഇല്ല. നിവിഷ്യാനും സുമയും എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഇത് വേണ്ടി വേണം ഹോൺ സ്ലോയിൽ പോയിട്ട് സിനിമ കഴിക്കാൻ. സിനിമ കാണാൻ. എടാ മോനെ, ഇവിടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫുഡ് കഴിച്ച് ഫുഡ് വന്നതിൻ്റെ വീഡിയോ ഞാൻ ബാക്കിലാണ്. അങ്ങനെ ഇന്നത്തെ കറക്റ്റ് സിനിമയ്ക്കൊക്കെ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല. സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം പോകാൻ പറ്റിയില്ല. വേറെ ഒന്നല്ല, ഇവിടെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ വാൻസ്ഫോർ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്. അവിടെ ആണെങ്കിൽ നമുക്ക് നൈസായിട്ട് ടൈപ്പ് ടിക്കറ്റ് കിട്ടും. കാർഡുള്ളവരെ വഴി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കുന്നതായിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങൾ നിന്ന സ്ഥലത്തിൻ്റെ അവിടെയുള്ള ഹോൺസ്ലോ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഭയങ്കര ചെക്കിങ്ങാണ്. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഒരു ടിക്കറ്റിന് 14-15 പൗണ്ടിന് അടുത്തന്നെ ചിലവ് വരും. അപ്പോൾ ഞങ്ങൾ 3 പേർക്ക് കാർഡില്ല. അപ്പോൾ തന്നെ ഏകദേശം 5000-6000 ചിലവ് വന്നാലാണ് ഞാൻ പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ ഫുഡ് കഴിക്കുന്ന കടയിൽ തന്നെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു. അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നൈസായിട്ട് ഇന്ന് റിസേർച്ച് ചെയ്യാനുള്ള വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെന്താ, അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇനി നാളെ ഓണായിട്ടുള്ള പരിപാടികളുണ്ട്. അവർ അമ്പലത്തിൽ പോകണം, കുറച്ച് പരിപാടികളുണ്ട്. അതിന് വ്ലോഗ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസായിട്ട് ഇൻസ്റ്റയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.